ഗുഡ് ആഫ്റ്റർനൂൺ. പോസ്റ്റ് ലഞ്ച് സെഷനാണ്. മനഃപൂർവ്വം ഇട്ടതായിരിക്കാനാണ് സാധ്യത. ഒന്നുകിൽ അയാൾ ഒന്ന് പഠിച്ച് പൊയ്ക്കോട്ടെ, ഇങ്ങനെയൊക്കെയാണ് ആളുകളെന്ന്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഏത് രണ്ടിലൊന്ന് ഇന്ന് തീരുമാനമാകും. ആദ്യമായിട്ട് പാപ്പിയനോട് എൻ്റെ എല്ലാവിധ നന്ദിയും. ECC രാവിലെ മുതൽ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും പറയണമെന്നില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങിയാൽ ഈ ക്യാമറക്കാരന് ബുദ്ധിമുട്ടാവുമോ? ഇല്ലല്ലോ മോനെ, എൻ്റെ പിന്നാലെ കൂടൂലേ? ഓക്കെ ഫൈൻ. ഇതിങ്ങനെ ശീലമല്ല, ഇവിടെ ഇങ്ങനെ നിന്നിട്ടുള്ള പരിപാടി. ഇങ്ങനെ അടങ്ങി നിന്നാൽ എല്ലാം അടങ്ങും, ഒരു സാധനം വരില്ല. സോ വിൽ ട്രൈ സംതിങ് ലൈക്ക് ദാറ്റ്. വിൽ സ്റ്റാർട്ട് ആൻഡ് വിൽ ഗോ ഓൺ. റൈറ്റ്. എനിവേ, പല സ്കൂളുകളിൽ നിന്നുള്ള ലീഡേഴ്സാണ്, ടീച്ചേഴ്സാണ്. നിങ്ങളെ സ്കൂളുകളിൽ LKG UKG എന്ന് വിളിക്കുന്ന സ്കൂളുകൾ എത്ര പേരൊന്ന് കൈവക്കുമോ? 1 2 3 കുറേ ആളുകളുണ്ട്. LKG UKG. എന്താ പെട്ടെന്ന് താഴ്ത്തി കളഞ്ഞത്? എങ്ങനെ? നിലവിലുള്ള സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്കൂള്? പ്രസൻ്റ്ലി യു ആർ വർക്കിംഗ് സംവെയർ, ഐ ബിലീവ്, റൈറ്റ്? LKG UKG. KG1 KG2 എന്ന് വിളിക്കുന്ന ആ സിസ്റ്റമുള്ള ആളുകൾ ഇത്ര ആളുകൾ. ഓക്കെ. വേറെന്തെങ്കിലും ആളുകൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും വിളിക്കുന്ന ആളുകൾ, അതൊന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അതെന്താണ്? ഓക്കെ, മോണ്ട് 1 മോണ്ട് 2 ഞാൻ വിട്ടുപോയതാണ്. അത് വിളിക്കുന്ന ആളുകൾ ഇത്ര ആളുകളുണ്ട്. ഫൈൻ. പിന്നെ വേറെ ആരോ കൈപോക്കിയല്ലോ, വേറെ എന്താ വിളിക്കുന്നത്? അതെന്താണ് സാധനം? FS1 FS2 FS3. എവിടെയാണ് സ്കൂള്? എടപ്പാൾ ദാറുദായ. ഈ FS3 എന്ന് പറയുന്നത് ഏതാ? UKG ആയിരിക്കും. FS1 മീൻസ് പ്രീ KG. ഓക്കെ ഫൈൻ. വാട്ട് ഇസ് ദാറ്റ്? ഫ്ലൈ 1. അതൊരു സിലബസിൻ്റെ ഭാഗമായിട്ട് വന്നാലേ ഫ്ലൈ 1 എന്ന് പറയുന്നത്, അല്ലേ? I think so. Yes. What is that? PCC. What is that full form? Okay, അതൊരു സിലബസിൻ്റെ സെറ്റിൽ വന്നാണ്. റൈറ്റ് റൈറ്റ്. ഇവിടെ എന്തായാലും ഗിഗിൾ ഗ്രോവ് പ്രീ KG. പിന്നെ ഓക്കെ. സംതിങ് വെരി ഡിഫറെൻറ്റ്. എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ എൻഡിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. UKG എന്താണ് പേര്? വണ്ടർ വിങ്സ്. LKG ഹാപ്പി ഹൈവ്. ഓക്കെ, ഹൈവ്സ്. ഓക്കെ, പിക്സി വിങ്സ്. കുട്ടികൾ ഇതൊക്കെ പറയുമോ? പറയും. ഓക്കെ ഫൈൻ. പ്രീ KGയുടെ പേര് ഗിഗിൾ ഗ്രോവ്. ഓക്കെ. എനിത്തിങ് എൽസ്? എനിവൺ എൽസ്? ECC. Okay. Where any other different things? Yeah, please. What is that? R1 R2 means what is out? Rawlatul Quran. Okay. So colors are there. Orange means pre KG, green LKG, like that. Okay. Orange, green. Okay. Like a rainbow. It goes like that. 7 classes. Right. Thank you so much. So here, those who are sitting here are the architects of the foundation stage. I would like to call you like architects rather than teachers or coordinators, because in many schools we feel that it's teachers or coordinator, but here surely you are the architects. The reason is very clear. You are empowering that foundation stage. Yes, not like just a teacher, complete coordinators. But coordinators മാത്രമല്ല, ടീച്ചേഴ്സ് ഉണ്ട്. But I believe all are coordinators, because ECC outcome is directly influencing the academic success, behavior, emotional regulation in later grades. നമ്മൾ ഔട്ട്കംസിനെ കുറിച്ച് പറയാറുണ്ട്. ആ ഔട്ട്കംസ് directly applied in foundation stage
immediate response are coming in foundation stage rather than any other stage. Do you believe that? മറ്റുള്ള സ്റ്റേജിലൊക്കെ ഔട്ട്കം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പണിയെടുത്ത് ഔട്ട്കം വന്നോ വന്നില്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ECC, we all know that immediately we can identify that outcome, and that is a long term outcome, right? അല്ലേ? ലോങ് ടേം അല്ലേ? അവിടെ ഔട്ട്കം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കിട്ടുമോ? സോ ദാറ്റ് ഈസ് ദ ബേസിക് തിങ്, ആൻഡ് you might have discussed already in the morning session. And what is the NEP related to that? I don't know whether there was any discussion in the morning session. NEP says that the foundation stage, which age to which age? Foundation from 3 to 8, very clear. So 3 to 8 is foundation stage because that is the most critical age group, very clear. Brain growth and all the things you might have discussed. ബ്രെയിൻ ഗ്രോത്ത് എപ്പോഴാണ് തുടങ്ങുക, എവിടെയാണ് അവസാനിക്കുക, എങ്ങനെ പോവാന്നൊക്കെ ഡിസ്കഷൻ വന്നിട്ടുണ്ടാവും. ഐ ബിലീവ് സോ. ഇല്ല, എന്നാൽ പിന്നെ ഡിസ്കസ് ചെയ്തോളൂ. ആൻഡ് NCF, വാട്ട് ഇസ് NCF? എത്ര NCF ഉണ്ട്? NCF എത്ര ഉണ്ട്? കുടുങ്ങിയ ആൻസർ വരുന്നത് ഞാൻ ഇതുമായിട്ട് ഇറങ്ങണം വീണ്ടും. പറയൂ. How many NCFs are there? 1, 2, 3, 4. How many? ഇല്ല, ഒന്നുള്ളൂ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? കൈവൊക്കെ. ഇത് KG-ക്കാരല്ലേ, കൈയൊന്നും പൊങ്ങുന്നില്ലല്ലോ. വലിയ ക്ലാസ്സിലെ കുട്ടികൾ സാധാരണ കൈ പൊക്കാറില്ല. KG-ക്കാർക്ക് എന്താ അത്ര പ്രശ്നം? ഒന്ന് മാത്രം. എത്ര പേരുണ്ട്? നേരത്തെ പറഞ്ഞ ആൾ പോലും ഇല്ല. ഒന്നെന്ന് പറഞ്ഞ ഒരാളുണ്ടില്ലേ? ആളുണ്ട്. ഓക്കെ, റൈറ്റ്. 2 ഇല്ല. NCF ഉണ്ടോ? എന്നതാണ്, അതുണ്ട്. എത്ര ഉണ്ട് എന്നുള്ളില്ല പ്രശ്നം. ഓക്കെ, NCF ആക്ച്വലി 2 NCFs അതെ. അന്നാ അത് പറയതാ. NCF FC ഫൗണ്ടേഷൻ, FS ഫൗണ്ടേഷൻ സ്റ്റേജ്, NCF SC സ്കൂൾ എഡ്യൂക്കേഷൻ. ഏതാ ആദ്യം വന്നത്? FS ആണ് ആദ്യം വന്നത്. ഫൗണ്ടേഷൻ സ്റ്റേജാണ് വന്നത്. ഏത് വർഷത്തിലാണ് വന്നത്? 2022. ഫൈൻ, വെരി ഗുഡ്. അത് വായിക്കാതെ അല്ലെങ്കിൽ അത് റെഫർ ചെയ്യാതെ സത്യത്തിൽ ഈ പണി നല്ലതല്ല. അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സാധനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് NCF-ൽ. എനിവേ, ECC determines language developments, emotional regulation, learning habits, attitude towards the school. Everything you are discussing here, I know very well. Our discussion point is something different. We can go back. Which ECC experiences could have prevented the below questions? There are some questions, okay? അതായത് ECC-ൽ ഔട്ട്കം കിട്ടാതെ പോകുമ്പോൾ പലതും ലേറ്റസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്പെടൂലേ? അപ്പോൾ അത് ഏതാ നഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഒരു നഷ്ടം പറയാം. അത് ECC-ൽ എന്താ പറ്റിയെന്ന് നോക്കാം. പുവർ റീഡിങ് ഫ്ലുവൻസി ഇൻ ഗ്രേഡ് 4. ഗ്രേഡ് 4-ൽ ഒരു കുട്ടിക്ക് റീഡിങ് ഫ്ലുവൻസി പുവറാണ്. ECC-ൽ എവിടെയാണ് പ്രശ്നം വന്നത്? ഏതാ പറഞ്ഞോളൂ. ഒരു ഭയങ്കര പെർട്ടിക്കുലർ ആൻസർ ഒന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വാട്ട് എവർ യു ഫീൽ. Sound identification, of course. Then, what is that? Alphabet. Sound identification, especially we can say that. Then, anything else? Alphabet is there. Lack of coordination of letters. So, these are so many such kind of things are directly affecting when they are going to the later stage. So, grade 4, one child is poor in reading means the child might have lost something in the ECC stage. That's it. Now, behavior issues in grade 6. How? In grade 6, a child is having some behavior issues. What will do? Broken family adanindadu. Ano? Behavioral issue വരുമ്പോൾ അവൻ്റെ ബ്രോക്കൺ ഫാമിലി പറഞ്ഞിട്ട് കണ്ട എവിടെയോ പോയിട്ടുണ്ട്. Somewhere we lost. That is actually early years. What was that?
social, emotional. Yes. So social, emotional strength or well-being was not taken much care, and any kind of activities they lost, they missed. ഏത് ആക്ടിവിറ്റീസ് ആയിരിക്കും മിസ്സായിട്ടുണ്ടാവുക? യെസ്, ലാക്ക് ഓഫ് അവയർനെസ്, ബാഡ് ആൻഡ് ഗുഡ് തിങ്സ്. എനിത്തിങ് എൽസ്? നിങ്ങൾക്ക് ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. ഐ തിങ്ക് യു ആർ ബെറ്റർ ദാൻ മീ ടു സ്പീക്ക് അബൌട്ട് ദിസ് വൺ. പ്ലീസ്. ഓവർ പാമ്പറിങ് അല്ല, നമ്മൾ അത് നെഗറ്റീവാണ് പോട്ടെ. ഇ സി സിയിൽ കിട്ടാത്ത സാധനം. ഓവർ പാമ്പറിങ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത സാധനമാവില്ലല്ലോ, കിട്ടിയ സാധനമാവില്ലേ? കിട്ടാത്ത സാധനം. സെൽഫ് റെസ്പെക്ട്. എനിത്തിങ് എൽസ്? Peer group interaction. So such many things we have. So again, I am trying to connect with the ECCE and the other grades. And another thing is exam anxiety in grade 10. What they lost in ECCE. How it happened? In grade 10 board exam, a child is anxious about the examination, very much worried. Child might have lost something in the early years, KG. What was that? Confidence, of course. And facing some kind of situations. That doesn't mean that you have to bring the examination into ECC. It doesn't mean that. Confidence level. Then finally, one more thing is there. Poor communication in presentation. In presentation, poor communication. What's that? What they lost in ECC? What they lost? Tell. Poor communication in the presentation. When we are giving something to present for the child is unable to speak in front of an audience. Confidence, stage fear, co-curricular activities. ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ തിങ് ആണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം, സ്റ്റോറി ടെല്ലിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. It's a big tool actually to be used inside the class early years. Storytelling. So my point, when a child, throughout the growth of a child, this ECCE influence is there. If a child is having some problem or some challenges the child is facing somewhere in the future or in his life, that means he had lost something in the early years. ഏർലി ഇയേഴ്സിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുട്ടികളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതിന് കൃത്യമായ ട്രെയിനിങ് നിർബന്ധമായിട്ട് കിട്ടണം. ഞാൻ സാധാരണ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും, എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര കാലം മുമ്പ് BEd എടുത്തതാണ്, അല്ലെങ്കിൽ എത്ര കാലം മുമ്പാണ് നിങ്ങൾ മോണ്ടിസോറി ട്രെയിനിങ് നടത്തിയത്? 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 8 വർഷം മുമ്പ് എന്നൊക്കെ ആൻസർ പറയും. ആ സാധനം മതിയോ ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ? ചില ആളുകൾ അഭിമാനത്തോടെ പറയും, ഞാൻ കുറേ ട്രെയിനിങ് കണ്ടതാണ് സാറേ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നോട് ഇൻ്റർവ്യൂവിൽ ഒരു ലേഡി പറഞ്ഞു, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട്, നീ ഒരുപാട് ട്രെയിനിങ്ങിന് പോയതാ, ഇനി പോവേ വേണ്ട. ഒന്നാളാക്കാൻ പറഞ്ഞതാവും, പക്ഷെ ഇവരത് വിശ്വസിച്ചു, പിന്നെ ട്രെയിനിങ് പോക്ക് നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, we should be always getting trained, honed with the different new tools. Otherwise, we are not justifying the life of the students. ഇതിലൊരു വലിയ പ്രശ്നം തരങ്ങൾക്ക്, ഒരു ലിവിങ് തിങ്ങിനെ, ഒരു ലൈഫുള്ള സാധനത്തിനെ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ പാരൻ്റ് പോയിട്ടുള്ളത്. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ കുട്ടി കരയുമ്പോൾ അമ്മ പുറത്തു നിന്ന് കരയുന്നത് കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ കണ്ടിട്ടില്ലേ? എന്തിനാ അമ്മ കരയുന്നത്? നല്ല ആളുകളെ ഏൽപ്പിച്ച് പോയതല്ലേ, പക്ഷെ എന്നാലും കരച്ചില്ല. ഉച്ചയ്ക്ക് ആ കുട്ടി തിരിച്ചു വരുവോളം അടക്കി പിടിച്ച സങ്കടവുമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ആ അമ്മയുടെ ഒരു പ്രതീക്ഷ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ബുദ്ധിയും വിവേകവും മജ്ജയും മാംസവും ലൈഫുമുള്ള ജീവനുള്ള ഒരു സാധനത്തിനാണ് തന്നിട്ടുള്ളത്. വർക്ക്ഷോപ്പിൽ ജീവനില്ലാത്തൊരു സാധനത്തിനെ ഏൽപ്പിച്ചത് പോലെയല്ല അത്. അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമുക്ക് ഈ പണി പറ്റൂലെങ്കിൽ നിർത്തിയിട്ട് വേറെ ആളെ ഏൽപ്പിക്കുക, അത്രേ ഇതിൽ പറയാനുള്ളൂ. സോ ലീഡിങ് a play-based learning with a purpose.
there we need the psychological approach. Play way, എല്ലാവരും പറയാറുണ്ട് പ്ലേ ബേസ്ഡ് ആണ്. Play curriculum, what is that? Toy based curriculum. Have you seen that book? NCERT ഇറക്കിയതാ, toy based curriculum. കണ്ടിട്ടില്ലല്ലോ. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമ്മൾ ടൂൾസ് പലതും കാണുന്നില്ലാണെന്ന്. ഭയങ്കര സങ്കടം. ടോയ് ബേസ്ഡ് കരിക്കുലം NCERT ഇറക്കിയത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ, അത് നമുക്ക് വഴിയാൽ പറയാൻ പറ്റണമെങ്കിൽ പറയാം. അത് കണ്ടില്ലേ, നഷ്ടല്ലേ? കംപ്ലീറ്റ് ടോയ്സിനെ എങ്ങനെ കരിക്കുലത്തേക്ക് കൊണ്ടുവരാം? പ്ലേ ബേസ്ഡ് കരിക്കുലം NCERT ഇറക്കിയ ബുക്ക് കണ്ടിട്ടുണ്ടോ? അത് കാണാതെയാണ് നമ്മൾ പലപ്പോഴും സ്കൂൾ നടത്തുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്ലേ ബേസ്ഡ് കരിക്കുലം എന്നൊക്കെ വലിയ വർത്തമാനം പറയുന്നത്. ഈ സാധനങ്ങൾ കാണാതെ സംസാരിക്കുമ്പോൾ വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ സ്റ്റേജ് അറ്റ്ലീസ്റ്റ് വായിക്കുക. ഫൗണ്ടേഷൻ സ്റ്റേജ്, NCF ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഇതിൻ്റെ റെഫറൻസ് ഉണ്ട്. നിങ്ങൾ NCF ഫൗണ്ടേഷൻ സ്റ്റേജ് ആസ് ഇറ്റ് ഈസ് എടുക്കണമെന്നൊന്നുമില്ല. CBSE അല്ലെങ്കിൽ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിനകത്ത് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. ബട്ട് അറ്റ്ലീസ്റ്റ് ദീസ് കോണ്ടൻറ്റ്സ് ആർ there that can be used for our activities and all. Right. So parents want academics, right? പാരൻസിന് എന്താ വേണ്ടത്? അക്കാഡമിക്സാണ് വേണ്ടത്. അവിടെ കളിച്ചുകൊണ്ട് നിന്നാൽ പറ്റുമോ? നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്. ലീഡേഴ്സ് എങ്ങനെ ഇതിനെക്കുറിച്ച് തോട്ട് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാരൻസിൻ്റെ ഡിമാൻഡ് അക്കാഡമിക്സ് ആണ്. അവിടെ കളിച്ചാൽ അക്കാഡമിക്സ് കിട്ടൂലേ? കളിച്ചാൽ അക്കാഡമിക്സ് കിട്ടണ്ടേ? ഔട്ട്കം ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്ലേ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഔട്ട്കം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണോ? അപ്പോൾ പ്രശ്നമാണ്. അപ്പം NCFൽ പറയുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ NCFന് മാത്രം പറയുന്നില്ല. NCFൽ ഓരോ ക്ലാസ്സിലും എത്ര ഗോളുണ്ട്, എത്ര ഔട്ട്കം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നു. ആ ഔട്ട്കം മീറ്റ് ചെയ്യാനെങ്കിലും NCERT പറയുന്നുണ്ട് എത്ര ഔട്ട്കം വേണം, ഓരോ ഇയറിലും എത്ര ഔട്ട്കമാണ്, ഓരോ ഇയറിലും എത്ര ഗോളാണെന്ന് കൃത്യമായി എഴുതി വെച്ചതിന് ശേഷമാണ് ഈ പണി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസിൽ, നമ്മുടെ ഗെയിംസിൽ, നമ്മൾ പറയുന്ന സ്റ്റോറിയിൽ, നമ്മൾ പാടുന്ന പാട്ടിൽ, നമ്മുടെ റൈംസിൽ ഔട്ട്കമും ഗോളും ഇല്ലെങ്കിൽ പാടരുത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇല്ല, മനസ്സിലായില്ല. വെറുതെ ഒരു കഥ പറയരുത്. ഫോർ എക്സാമ്പിൾ, ഐ ടെൽ യു, വെൻ യു ആർ നറേറ്റിംഗ് എ സ്റ്റോറി, അവിടെ എന്താ ഔട്ട്കം? ഒരു സ്റ്റോറി പറഞ്ഞോണ്ടിരിക്കുക, എന്താ ഔട്ട്കം? പറഞ്ഞോളൂ. മോറൽ ആദ്യം വന്നിട്ട് ഇവിടെ ഇനി ആരും മോറൽ പറയണ്ട. ലാംഗ്വേജ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോറൽ, ഐ ബിലീവ്. നമ്മൾ പെട്ടെന്ന് മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് ലാസ്റ്റ് പറയും. മോറൽ അവിടെ നിൽക്കട്ടെ, അത് വന്നോളൂ. പക്ഷെ വാട്ട് ഈസ് അവർ ഇൻറ്റൻഷൻ, വാട്ട് ഈസ് ദ ഔട്ട്കം ആക്ച്വലി, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദാറ്റ് സ്റ്റോറി? ദ ലാംഗ്വേജ്, ദ പ്രൊനൗൺസിയേഷൻ, the way how they understand the vocabulary, the new vocabulary. So there are so many such kind of things should be there in our mind. Otherwise, don't speak or don't narrate a story inside the class. You got that? വെറുതെ ഒരു കഥ പറയരുത്. അത് ആ കുട്ടിയുടെ സമയവും നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുകയാണ്. എന്തിനാ വെറുതെ കഥ പറയുന്നത്? When you are going for a rhyme, there should be an outcome and that should be written. എഴുതി വെച്ചിട്ട് ചെയ്യണം എന്നാണ് സാധാരണ. അത് നിങ്ങളുടെ ലീഡർഷിപ്പിന് തീരുമാനിക്കാം. ഐ എം നോട്ട് ഇൻ്റർഫിയർ ഇൻ ദാറ്റ് വൺ. ബട്ട് ഇഫ് യു ആർ ടെലിംഗ് എ സ്റ്റോറി ഓർ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ റൈം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഷുഡ് ബി എ റിട്ടൺ ഔട്ട്കം. അതർവൈസ് ഡോണ്ട് ട്രൈ ഫോർ ദാറ്റ്. ആൻഡ് ഈവൻ ഗെയിംസ് ഞാൻ ഇങ്ങനൊരു ഓഡിയൻസ് അല്ല പ്രത്യേകിച്ച്, ഒരു ചെറിയ ഓഡിയൻസ്. ഞാൻ വിചാരിച്ചത് ഒരു ഗെയിം ഉണ്ടായിരുന്നു, അത് പറയട്ടെ. ഇതിൽ നടക്കില്ല, അത് പറയാലോ. ഓക്കെ, റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ ഫയർ ഓൺ ദ മൗണ്ടൻ റൺ എന്ന് പറഞ്ഞ കളി എല്ലാവരും ചെയ്യാറുണ്ടോ? ഇല്ലേ? കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ കളിപ്പിക്കാൻ വിചാരിച്ചത്. അതിവിടെ നടക്കില്ലല്ലോ. അതെല്ലാവരും ഓടണം. അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ 1 അല്ലെങ്കിൽ 2 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? അവർ പെയറാവും.
ട്രീ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? 3 ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ ഓട്ടോറിക്ഷ എന്ന് പറയും. അപ്പം എന്താ സംഭവിക്കുക? യെസ്. അവിടെ കുട്ടികളാണെങ്കിൽ 3 പെയറാവും. കാരണം അവർക്ക് അതിനുള്ള വിവരവും ബോധമുണ്ട്. വലിയ ആളുകളാണെങ്കിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് കളയും. മനസ്സിലാണ്ടെങ്കിൽ അതിവിടെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. കാർ എന്ന് പറഞ്ഞാൽ അവർ 4 മാറും. കാരണം അതിനുള്ള വിവരവും ബുദ്ധി ആർക്കുണ്ട്? നമ്മുടെ കുട്ടികൾക്കുണ്ട്. അതില്ലാത്ത ആളുകളാണ് നമ്മൾ നടന്നത്. നമ്മളൊക്കെ ഇവിടെ കടന്ന് കാർ ഓടിക്കും. രസമായിരുന്നു, പോട്ടെ, അവസരം കിട്ടിയില്ല, മറ്റൊരു കലാവാം. So what is the outcome? So you understood the difference of the outcome, right? So I had an intention, I had one goal, I had one outcome there to teach them how many wheels they have or each vehicle has got. And at the same time they have to know the counting. ഇങ്ങനെ ഔട്ട്കം ഇല്ലാതെ ഈ പണിയെടുക്കരുത്. That's it. Their skill should be, another thing I'll tell you, skill should be improved. And the competency, how do we get the competency again? കോമ്പിറ്റൻസിയെ കുറിച്ചാട്ടോ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല. കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. സോ സ്റ്റോറി പറയുമ്പോൾ അതിൽ കോമ്പിറ്റൻസി വേണം, കളി നടക്കുമ്പോൾ അതിൽ കോമ്പിറ്റൻസി വേണം. ആൻഡ് ഫൈനലി all the things the child behavior changes happening, that is competency. If a child's behavior is being changed, അപ്പോഴാണ് അവിടെ കോമ്പിറ്റൻസി നടക്കുന്നത്. അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഇല്ല. കോമ്പിറ്റൻസി അളക്കാൻ പറ്റണം. ഐ ടെൽ യു വൺ തിങ്. വലിയ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകൾ മനസ്സിലായില്ലേ ചോദിക്കൂലേ? അപ്പം എന്താ കുട്ടികൾ പറയാം? എന്താ പറയാ? ആരെങ്കിലും മനസ്സിലായില്ല അറിയോ? ഇല്ല. കുട്ടികളൊക്കെ എന്ത് പറയും? മനസ്സിലായി. അപ്പോൾ ടീച്ചർ എൻ്റെ ക്ലാസ് എന്നും സക്സസ്ഫുൾ. അവർ വീട്ടിൽ പോകും, സുഖമായിട്ട് കിടന്നുറങ്ങും. അടുത്ത ദിവസവും നിർത്താതെ സംസാരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികൾ യെസ് മാം മനസ്സിലായി. ഇതാണ് നമ്മുടെ അസസ്മെൻറ്റ്. ക്ലാസ്സിൽ എങ്ങനെ അസസ്മെൻറ്റ് നടത്താറില്ലേ? നീ പറ. അപ്പോൾ അയാൾ പറയും നീ പറ. എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ ശരി. ഇതിനാണ് അസസ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ കോമ്പിറ്റൻസി അസസ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടാക്കിയിരിക്കണം. ഈ പറഞ്ഞ രീതിയിൽ കോമ്പിറ്റൻസി അസസ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. സോ വി ഷുഡ് ബി എക്വിപ്ഡ് ടു assess the competency. And the second one, third one, encourage the voice. What is that? Encourage the voice. What is that? Encourage the voice means child needs to get the freedom to speak inside the class. Child needs to get the confidence to speak inside the class. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാ? സത്യം പറ. ആരാ പറ? അല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിലും അല്ലേ? ഈ 2025-ലും 6-ലും ആരാ കൂടുതൽ സംസാരിക്കുന്നത്? പക്ഷേ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ എന്താ പറയുന്നത്? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് പുതിയ കോൺസെപ്റ്റായിട്ടാണ്. ഇനി മുതൽ കുട്ടികൾ സംസാരിക്കട്ടെ. അവിടെ എത്തിയാൽ ഞാൻ പറയും സൈലൻസ്, മിണ്ടരുത്. ഇവിടെ ഇനിയൊരു കുട്ടി മിണ്ടരുത്. അങ്ങനെ തന്നെയല്ലേ? മാറ്റം വരാൻ സാധ്യത ഉണ്ടോ? ടീച്ചേഴ്സ് ജനിച്ചിരിക്കുന്നത് സംസാരിക്കാനാണെന്ന് വിചാരിച്ചിരിക്കുക പാവങ്ങൾ. എക്സാം ഹാളിൽ പോലും സംസാരിക്കാതിരിക്കാൻ കഴിയാത്തൊരു വിഭാഗത്തിൻ്റെ പേരാണ് ടീച്ചേഴ്സ്. സപ്പോസ് ഐ ടെൽ യു, ഇതൊരു എക്സാം ഹാളാണെന്ന് വിചാരിക്കുക. വെറുതെ ഇതിൽ നിങ്ങൾ ഇൻവിജിലേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ പറ. മാർജിനിടാൻ മറക്കണ്ട. പേര് എഴുതിയോ? നോക്കാം ഒന്നും കൂടി. പേര് സ്പെല്ലിങ്ങൊക്കെ ഒന്നും കൂടി നോക്കിക്കോളാം. 2 പേജ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നിർത്തരാം. ലാസ്റ്റ് ഹാഫ് ആൻ അവറേ ഉള്ളൂ. ഇനി 1 മണിക്കൂർ. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ കഷ്ടപ്പെടുന്ന കുട്ടിനോട് പറയണേ ഹാഫ് ആൻ അവർ ഓക്കെ. ഇനി കെട്ടിയിട്ട് എഴുതിയാൽ മതി. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ കുട്ടിക്ക് എഴുതാനുള്ള എല്ലാ സാധനം കളയും. നമുക്കറിയാം ആ കുട്ടി എന്തോ കഷ്ടപ്പെട്ട് എന്തോ എഴുതാൻ ശ്രമിക്കുകയാണെന്ന്. അതറിയുന്ന ഇവന് ഭയങ്കര കെട്ടിയിട്ട് എഴുതടാ. എന്തിനെങ്ങനെ കൊല്ലുന്ന കുട്ടികളെ? Encourage the voice and give the confidence for them to speak in front of an audience.
let them, open up for them. Okay, right, we have no much time. ഇവിടെ parent wants academics, introduce play with the outcomes. Every activity should build language, motor skill, social skill and executive functions. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്രയും നടക്കാതെ കോമ്പിറ്റൻസി ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് കോമ്പിറ്റൻസി വരുത്തുക. ആക്ടിവിറ്റി ഫോർ ലീഡേഴ്സ്, പ്ലേ ഓഡിറ്റ്. ഇവിടെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി അല്ല. സി, ലീഡേഴ്സ് ചെയ്യേണ്ട ഒരു സാധനം പ്ലേ ഓഡിറ്റ് നടത്തണം. പ്ലേ ഓഡിറ്റ് നടത്തിയില്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിനും അവർക്ക് തോന്നിയ ഗെയിംസും കളിയും നടത്തിക്കൊണ്ടിരിക്കും ക്ലാസ്സിൽ. മാഡം ഇന്ന് ഞാൻ നല്ലൊരു ഗെയിം കണ്ടിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിം അടിപൊളി, കുട്ടികളെ എൻജോയ് ചെയ്തു. എന്താ ഔട്ട്കം? ഔട്ട്കൊന്നുമില്ല. എന്താ വേണം ഔട്ട്കം? നിങ്ങളിങ്ങനെ കളിക്കൊക്കെ എന്താ ഔട്ട്കം? ഗെയിംസിന് ഔട്ട്കം വേണ്ടേ? പ്ലേക്ക് ഔട്ട്കം വേണ്ടേ? ഔട്ട്കം ഇല്ലാത്ത കളി നിങ്ങളുടെ സ്കൂളിൽ സമ്മതിക്കരുത്. പ്ലേ ഓഡിറ്റ് നടത്തണം, പ്ലേ ഓഡിറ്റ് നടത്തണം. ദാറ്റ് ഈസ് ദാറ്റ്. ഗെയിം ഓഡിറ്റ് നടത്തണം, ടോയ് ഓഡിറ്റ് നടത്തണം. വെറുതെ ഒരു ടോയ് സ്കൂൾ വെക്കാൻ പാടില്ല. ആ ടോയ്ക്ക് മീനിങ് ഉണ്ടായിരിക്കണം, ആ ഗെയിമിന് മീനിങ് ഉണ്ടായിരിക്കണം. If you are a leader, you have to ask the outcome of each game, what's happening inside the class. വെറുതെ പോയിട്ട് കഥ പറയുന്നത്. നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന ആളുകളുടെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ ചിരിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ അതെ ഒരു കഥ പറച്ചിലാണല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പോയിട്ട് പറയും, എനിക്ക് മക്കളെ സബ്സ്റ്റിറ്റ്യൂഷനാണ്, അയാൾക്ക് എന്നോട് എന്തൊരു ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് ഡെയിലി കിട്ടും. നിങ്ങളവിടെ ഇരുന്നിട്ട് നിങ്ങളെ ജോലി ചെയ്തോളൂ, ഞാൻ എൻ്റെ പണി ചെയ്തോളാം. അങ്ങനെയല്ലേ? സൈലൻ്റ് ആയിരിക്കണം. എനിക്ക് അത്ര ഒരൊറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ, ഒരാൾ പോലും മിണ്ടരുത്. ഓക്കെ, ഞാൻ എൻ്റെ ജോലി ചെയ്യാം. ആഫ്റ്റർ 5 minutes എന്താ സംഭവിക്കുക? അവിടെ ഇരിക്കുന്നതെല്ലാം ജീവനുള്ള വസ്തുക്കളായതിനാൽ സ്വാഭാവികം അല്ലേ? 40 minute മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ ഇതിൽ ഡോക്ടറെ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കണം. എന്തായാലും 5 to 10 minutes maximum. After that they may start speaking, sure. So by the time ഇവരെണീക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നേരത്തെ ഞാൻ പറഞ്ഞ മിണ്ടരുത്. ഞാൻ മിണ്ടി കഴിഞ്ഞാൽ ഒരു ടീച്ചർക്ക് കൊടുക്കാൻ പറ്റിയ, ലോകത്തെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്താ നിങ്ങൾക്ക്? എന്താ അറിയോ? അറിയില്ല? നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കും. ടീച്ചർ അത് മാത്രം ചെയ്യരുത്, തൂക്കിക്കൊന്നാലും ശരി. സത്യമല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയാം? ഞാൻ വഴിയെടുത്ത് തല്ലുന്ന ആരെ? അടിച്ചോളൂ ടീച്ചറെ, പ്രശ്നമൊന്നുമില്ല. പുറത്താക്കും, പുറത്തായിക്കോ, കുഴപ്പമൊന്നുമില്ല. പഠിപ്പിക്കും, പ്ലീസ് പഠിപ്പിക്കരുത്. ലോകത്ത് ഒരു കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത സാധനം നമ്മളാക്കി മാറ്റിയതാ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? പിന്നെ ഇപ്പോൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇവിടെ ഓരോരുത്തർ ഉച്ചക്ക് ചോദിക്കുക അതെപ്പോഴാണ് തീരുകയെന്ന്. അപ്പോൾ ആ സാറ് കഷ്ടപ്പെട്ട് പറയാം അടുത്ത സെഷൻ നല്ല അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതെപ്പോഴാണ് തീരെ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് വേറെ സെഷനോ അത് നല്ല രസമായിരിക്കും, അതൊക്കെ അറിയാം സാറേ, അതെപ്പോഴാണ് തീരെ പറയാം. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നത്? ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി skill targeted and the domains should be there. If you are a leader, you note it down. Each place should have skill target. Then each place should have a domain. What is the domain? Language, motor or socio-emotional domain should be there. Then evidence of learning should be there. Evidence of learning. After the play, there should be evidence for the learning. Otherwise, don't play. Then and you know another thing, CBSE അല്ലെങ്കിൽ NCERT ഒക്കെ പറയുന്നത്, CBSE മാത്രമല്ല NCERT കംപ്ലീറ്റ് പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ ഔട്ട്കം മുൻകൂട്ടി അറിയിക്കണം. അറിയിക്കുമോ? മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ന കാര്യം, ഇതിൻ്റെ ഔട്ട്കം ഇന്നതാണെന്ന് പറയാറുണ്ടോ? പറയണം എന്നാണ് NCERT പറയുന്നത്, സ്കോഫ് പറയുന്നത്, എല്ലാ നിയമം പറയും. അതിൻ്റെ കാരണം എന്തായിരിക്കും അറിയോ? ഞാൻ മനസ്സിലാക്കുന്ന കേട്ടോ, മുമ്പൊക്കെ നമ്മളോട് ഭൂമി ഉരുണ്ടതാണ് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ ഉരുണ്ടതാണ്, അതിനിപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ തിരിച്ചു ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഉരുണ്ടെന്ന് ചോദിച്ചില്ലല്ലോ. അതിങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുക. ഓ അതിനെന്താ? അതിൻ്റെ ഉള്ളിലൂടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞൊരു തണ്ടുണ്ട്. ഓ അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ഓഫീസ് റൂമിൽ വലിയ ഗ്ലോ. ഇന്നത്തെ കുട്ടികൾ
ഭൂമി ഉരുണ്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഉടനെ തന്നെ ഓ എന്ന് പറയുമോ? ഇല്ല. പിന്നെന്താ? അതെന്തിനാ ഉരുണ്ട്? മിണ്ടാതിരടാ. ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഈ ചോദ്യമൊന്നുമില്ലായിരുന്നു. അതിങ്ങനെ ചെരിഞ്ഞാണ്. അതെന്തിനാ മിസ്സ ചെരിഞ്ഞത്? എടാ ഇങ്ങനെ കുരുത്തടാ, അത് ജന്മനാ ചെരിഞ്ഞതടാ പറയുന്നു. അതിനുള്ളിലൂടെ ഒരു അച്യുതാണ്. എന്ത് അച്യുതൻ? ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാണ് എനിക്ക് മനസ്സിലായ സാധനം കേട്ടോ. ആദ്യമേ ഔട്ട് നിങ്ങൾ ബോർഡിൽ എഴുതി വെക്കണം. നമ്മളോട് ആരും അങ്ങനെ ഔട്ട്കം പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ കുട്ടികൾ ഒരു സാധനവും ഔട്ട്കം അറിയാതെ പഠിക്കൂല. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഔട്ട്കം അറിയാതെ പഠിക്കില്ല. They should have a visual image what is going to happen in their life. Otherwise they are not ready to learn. They are not ready to follow your instructions. അല്ലേ? നിങ്ങളുടെ വീട്ടിലെ കുട്ടിയോട് പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നത് ചെയ്താൽ ഇന്നതായി മാറുമെടാ എന്ന് പറയാതെ ഒരു പണിയെടുക്കുമോ? ഇല്ല. റിവാർഡ് കിട്ടണം, റിസൾട്ട് വേണം, വിഷ്വൽ ഇമേജ് വേണം. അതർവൈസ് they are not ready to learn anything. അതുകൊണ്ട് it's very important that you should speak to the children what is the outcome. And next, evidence learning. Teacher capacity building should happen inside the class. And NEP 2020 already discussed. Next one. ECC teachers require specialized pedagogy. You have that. Different companies and publishers are creating different kind of pedagogies. That is, there is no such kind of discussion needed. And when a child, we should understand, when a child is ready to speak, when a fine motor skill is still developing, when emotional security matters more than content, a teacher of ECC should know the mental growth, physical growth, brain growth, all the things. അല്ലാത്ത ഒരാളെ ഈ പണിക്ക് പറ്റൂല എന്നുള്ളതാണ് സത്യത്തിൽ. അല്ലേ? അല്ലേ? എത്ര വയസ്സിലാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവുക? ഫുള്ളി ഗ്രോൺ അപ്പ് ആവപ്പോഴാണ് ബ്രെയിൻ? ഓക്കെ. അപ്പോൾ 6 ഇയേഴ്സാണ്, ഫൈൻ. ഒരു 2 വയസ്സായ കുട്ടിക്ക് എത്ര ഗ്രോത്ത് വരും? എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരിക്കും ബ്രെയിൻ? എത്ര ഗ്രോത്ത് ഉണ്ടായിരിക്കും? 80% ഗ്രോത്ത് ഉണ്ടായിരിക്കും. 3 ഇയേഴ്സ് ആകുമ്പോഴേക്കും 90% ആയി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കയ്യിൽ ഈ കുട്ടികൾ ഉള്ള സമയത്താണ് ഈ ബ്രെയിൻ ഗ്രോത്ത് നടക്കുന്നത്. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏജിലാണ് നമ്മളെ കയ്യിൽ ഈ സാധനത്തെ തന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ പ്ലേ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഗെയിംസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, the words what we are using, that is very important. Your behavior is important. Your dress code is important. Everything is important, right? നമ്മൾ വിചാരിക്കുക ഈ കുട്ടികളുടെ ഇടയിൽ എന്തും ചെയ്യാം. No, we cannot. So such kind of things. Then wrong leadership approach എന്ന് പറയുന്നത് എങ്ങനെ അറിയാം? അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ കുട്ടികളും Z വരെ പഠിക്കണം. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും 100 വരെ എഴുതിയിരിക്കണം. അങ്ങനെയാണോ? മോണ്ടിസോറിയിൽ അതില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ട്രഡീഷണൽ വേയിൽ സംസാരിക്കുന്ന സ്കൂളുകളിലൊക്കെ അത് പറയാറുണ്ട്. നമ്മൾ മറ്റുള്ള സ്കൂളിലൊക്കെ പോയി നോക്ക്, അവിടെ കുട്ടികൾ LKGയിൽ നിന്ന് 200 വരെ എഴുതും. എന്താ നമ്മുടെ സ്കൂളിൽ മാത്രമില്ലാത്ത? മാനേജർക്ക് ടെൻഷൻ, പാരൻറ്റിന് ടെൻഷൻ, കോർഡിനേറ്റർക്ക് ടെൻഷൻ, എല്ലാവർക്കും ടെൻഷൻ. അപ്പോൾ പിന്നെ ടീച്ചറെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ടീച്ചർ എങ്ങനെയെങ്കിലും അത് പഠിപ്പിച്ചെടുക്കും. അങ്ങനെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലയെന്ന് പറയും. പക്ഷെ നാളെ പോയിട്ട് എന്താ പരിപാടി? എല്ലാവരും 50 വരെ എഴുതാൻ പഠിച്ചിട്ട് വന്നാൽ മതി. ഇന്നലത്തെ ക്ലാസ് ഒന്നും വലിയ കാര്യമാക്കണ്ട. ആൻഡ് ദ റിസൾട്ട്, വാട്ട് ഇസ് ദ റിസൾട്ട്? ടീച്ചർ റഷസ് ദ സിലബസ്. ടീച്ചർ റഷസ് ഓർ ഫോഴ്സിങ് ദ ചൈൽഡ് ടു റൈറ്റിംഗ് പ്രാക്ടീസ് നിർബന്ധിക്കുക. റൈറ്റിംഗ് പ്രാക്ടീസ് അൺനെസസറി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ്, children also will develop fear, poor grip, resistant. poor grip കറക്റ്റ് ചെയ്യാതെ എഴുതാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം poor grip കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുമോ? poor gripന് സമയം എന്താ സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. കാരണം എന്താ? ഡിസംബർ ആകുമ്പോഴേക്കും ടാർഗറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടാവുമോ? അപ്പോൾ poor grip കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അങ്ങനെ ലേണിംഗ് will become highly mechanical.
Now, ഒരു റൈറ്റ് ലീഡർഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ such leaders should ask like what developmental skills are children building before writing. ബിഫോർ ഡിസംബറിൽ കുട്ടികൾ എത്ര എഴുതണമെന്ന് പറയുന്നതിന് പകരം the leadership should ask like that what kind of developmental skills are children building before writing. അതാണ് ലീഡർഷിപ്പ് ചോദിക്കേണ്ടത്. ബിഫോർ റൈറ്റിംഗ് വാട്ട് കൈൻഡ് ഓഫ് സ്കിൽസ് ഷുഡ് ബി ബിൽറ്റ് ബൈ എ ചൈൽഡ്. റൈറ്റിങ്ങിന് മുമ്പ് എന്തെല്ലാം സ്കില്ലുകൾ ഒരു കുട്ടിക്ക് ഡെവലപ്പ് ആവണം എന്നുള്ളത്, അതാണ് ആദ്യത്തെ ടാർഗറ്റ്. Then next target. Then teacher should explain what are the things? What are the things teacher should explain? ആദ്യം തന്നെ LKG പോയിട്ട് 50 വരെ എഴുതാൻ പഠിപ്പിക്കുക അല്ല. Then what is the first step? You know that finger strength, പിന്നെ eye hand coordination, language exposure. So all these things are happening through finger strength. What is that? Clay എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ ക്ലേ എന്ന് പറഞ്ഞാൽ? ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ കളറിൽ ക്ലേ ഉണ്ടാകും? ഏതൊക്കെ കളറിലാണ് ക്ലേ? ക്ലേ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കളറിലാണ് ക്ലേ ഉള്ളത്? അപ്പം ഇങ്ങോട്ട് ചോദ്യം തുടങ്ങി, നേച്ചുറലാണോ അതോ വേറെയാണോ? ക്ലേ എന്ന് പറഞ്ഞാൽ നേച്ചുറലാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നേച്ചുറലല്ലേ? പ്ലാസ്റ്റിക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ആരെങ്കിലും? ഉണ്ടാവോ? ഇല്ല. ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണാണ്. അതിൻ്റെ കളർ എന്താ അറിയില്ലേ? പല കുട്ടികൾക്കും ഇത് അറിയില്ല. നിങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ചു നോക്കോണ്ടി. ക്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചുവപ്പ് വേണോ മഞ്ഞ വേണോ? അവർ നമ്മളാക്കിയതാ. മറ്റിൻ്റെ പേര് പ്ലേഡ് ആവും അല്ലേ? പ്ലേഡ് ആവും. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുക. ഞാനൊരു സർക്കുലർ അയച്ചപ്പോൾ ഒരു പേരൻ്റ് പറഞ്ഞു എന്നോട് ഓൺലൈനിൽ കിട്ടുമെന്ന്. ഓൺലൈനിൽ കിട്ടും കേട്ടോ, ഞാനാരും കളിയാക്കല്ല, ഓൺലൈനിൽ കിട്ടും. പക്ഷേ ഇതൊന്ന് പോയിട്ട് ഇത് എവിടെ കിട്ടുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയം ആർക്കില്ല, പേരൻസിനില്ല. നമ്മൾ കുട്ടികൾക്ക് അറിയോ ക്ലേ എവിടെ നിന്നാണ് കിട്ടുക? ഇല്ല. അപ്പോൾ ക്ലേ കൊണ്ടുവന്നിട്ട് ആ ഫിംഗർ ഗ്രിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ചെളിയായാൽ പ്രശ്നമുള്ള പേരൻസ് ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഐ ഹാൻഡ് കോർഡിനേഷന് ബ്ലോക്സ്, ബീഡ്സ് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ലാംഗ്വേജ് എക്സ്പോഷറിന് സ്റ്റോറീസ് ആൻഡ് സോങ്സ് ഓഫ് കോഴ്സ്. ആൻഡ് പ്രൈമറി ടീച്ചേഴ്സ് സബ്ജക്റ്റ് ലൈക്ക് ECC teachers shaping the readiness, but primary teachers are concentrating on the subject. So we, the ECC teachers, have to concentrate on the readiness. Leaders must train the teachers to observe the behavior. അല്ലേ? ഒബ്സർവേഷനാണ്, പ്രഷറൈസ് ചെയ്യല്ല വേണ്ടത്. ഒബ്സർവേഷൻ നടത്തുക കംപ്ലീറ്റ്. വെറുതെ കുട്ടികളെ വിട്ടു നോക്കും. ഭയങ്കര രസമല്ലേ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവരുടെ ഒബ്സർവേഷൻ, കുട്ടികളുടെ ഒബ്സർവേഷൻ എപ്പോഴാണ് നിൽക്കുക? കുട്ടികളുടെ ഒബ്സർവേഷൻ നിൽക്കുന്നത് എപ്പോഴാണ് അറിയാം നിങ്ങൾക്ക്? എപ്പോഴാ? സ്കൂളിൽ ചേർക്കുമ്പോൾ. സ്കൂളിൽ ചേർത്താൽ ഒബ്സർവേഷൻ നിൽക്കും. അതിൻ്റെ മുമ്പ് ആ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് വരുന്ന ചിത്രശലഭങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയാം. കിളികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയാം. വീടിൻ്റെ ചുറ്റും പൂക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടികളറിയാം. പലതും അറിയാം. സ്കൂളിൽ പോയി തുടങ്ങിയാൽ കുട്ടിയോട് ബട്ടർഫ്ലൈസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മൈ ടീച്ചർ സേസ്, അല്ലേ? ബേർഡ്സ് എത്ര ഉണ്ട്? മൈ ടീച്ചർ സേസ്. ടീച്ചർ അങ്ങനെയാണ്, ടീച്ചർ പറഞ്ഞത് മാത്രമേ വിശ്വസിക്കൂ. ശരിയല്ലേ? ടീച്ചർ പറഞ്ഞാലല്ലേ വിശ്വസിക്കുക. ആ പാരൻറ്റിന് നമ്മളിലെ അറിവുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, വിവരമുണ്ട്. അയാൾ ഹൈ പ്രൊഫൈലുള്ളതാണ്, അയാൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്പെല്ലിംഗ് എറർ പാരൻ്റ് പറഞ്ഞിട്ട് വിശ്വസിക്കുമോ? എൻ്റെ ടീച്ചർ ടിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കുട്ടിയെ ടീച്ചർക്ക് 40 കുട്ടികൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാണ്ട് അതുകൊണ്ട് വെറുതെ ഇട്ട് പോയതാണ്. ടീച്ചർമാർ അങ്ങനെയാണ്. അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. എൻ്റെ ടീച്ചർ ടിക്ക് ചെയ്താൽ പിന്നെ അതിലാരും തൊടാൻ പാടില്ല. Then, so instead we can ask, did you finish the syllabus? Leaders asking, what did you notice about the children this week? Hope you understand. Instead of asking, did you complete your syllabus, what you can ask? Did you notice about the observation, or in the observation, what did you notice? What did you notice
അബൌട്ട് ദ ചിൽഡ്രൻ ദിസ് വീക്ക്. ആ ഒരു വീക്ക് എൻഡിൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് പോസിബിൾ പ്രാക്ടിക്കൽ, ബട്ട് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ദെൻ വെൽ ആൻഡ് ഗുഡ്. ടീച്ചേഴ്സ് റോൾ ഇൻ സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ്. Children don't grow on timeline. Leave those. Parent pressure is there. Already we have enough, right? Parent pressure. വലിയ ക്ലാസ്സിൽ ഓപ്പൺ ഹൗസിന് വിളിച്ചാൽ ആളുകൾ വരില്ല. KG ഓപ്പൺ ഹൗസിന് വിളിച്ചാൽ ആളുകൾ വരും. ഒരുപാട് കൺസേൺസ് ആണെന്ന് മാത്രമല്ല, മാം അതിങ്ങനെ അല്ലട്ടോ പഠിപ്പിക്കുക, അതിങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ടല്ലോ. സ്കൂൾ കമ്പാരിസൺ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞാണ് ഇവിടെ അങ്ങനെയാണ്, ആ സ്കൂളിൽ ഇത്ര തീർന്നു, ഇവിടെ ഇത്ര തീർന്നിട്ടില്ല, ഇതൊക്കെ അവിടെ ഉണ്ടാവും. മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, മാം ഇത്ര പോരാ എന്നൊക്കെ. ഇതിൻ്റെ ഇടയിലാണ് ടീച്ചേഴ്സ് ജീവിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയവുമില്ല. പക്ഷേ അത് സ്കൂളിൻ്റെ UKGയിലെ സിലബസ് നോക്കിയിട്ട് നമുക്ക് കഴിയുമോ? ഇല്ല. സോ ടീച്ചർ ഷുഡ് ഗെറ്റ്, ബൈ ദ ടൈം ടീച്ചർ വിൽ ഗെറ്റ് പാനിക് പുഷിങ് ദ വർക്ക്ഷീറ്റ്സ്. പിന്നെ കുട്ടികളെ ലേബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, സ്ലോ ലേണറാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾ പുഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ KGയിൽ തന്നെ സ്ലോ ലേണർ എന്നുള്ള പട്ടമൊക്കെ ചില കുട്ടികൾക്ക് കിട്ടിത്തുടങ്ങും. അതിൻ്റെ കാരണം ഇത്തരം ടാർഗറ്റ് വെച്ചതുകൊണ്ടാണ്. ആ ടാർഗറ്റുകളില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. സോ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഓൾസോ വിൽ ലൂസ് ദ കോൺഫിഡൻസ്. they will be having the fear about the mistake and they will stop enjoying the learning. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, ഇവരിവിടെ സ്റ്റോപ്പ് എൻജോയിങ് ദ ലേണിംഗ് ആണെങ്കിൽ അവരുടെ ഹയർ ക്ലാസ്സിനെ ബാധിക്കും. അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയാണെങ്കിൽ അവരുടെ ഹയർ ഗ്രേഡ്സിനെ ബാധിക്കും. സോ വൺ വേ ഓർ ദ അതർ വി ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പാരൻസ് ആങ്സൈറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അറിയോ? വൈ നോ റൈറ്റിംഗ്? നിങ്ങളെ സ്കൂളിൽ എന്താ റൈറ്റിംഗ് ഇല്ലാത്തത്? എന്താ ഹോംവർക്ക് ഇല്ലാത്തത്? അല്ലേ? കുട്ടി വീട്ടിൽ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കുട്ടി വീട്ടിൽ കളിക്കാൻ പാടില്ല, വന്ന ഉടനെ പത്രം വായിക്കണം, അങ്ങനെയൊക്കെയല്ലേ? രാവിലെ എഴുന്നേറ്റാൽ പത്രം വായിക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത്. എന്നോടൊരു പാരൻ്റ് വന്നിട്ട് ഒരു ദിവസം പറയാം, സാറേ കുട്ടിയുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അവിടുത്തെ സാധനം ഇവിടുത്തെ സാധനം, എന്തോ ഡിസബിലിറ്റി ഉണ്ട് സാർ. അപ്പോൾ എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു എത്രയില്ല കുട്ടി? ചോദിച്ചു UKG ആണ്. അപ്പോൾ മനസ്സിലായി കുട്ടിക്കല്ല. അയാളെ കാണിക്കേണ്ടടുത്ത് കാണിക്കണ്ടേ? അതിൻ്റെ എക്സ്പെക്റ്റേഷൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ കൂടി നമുക്ക് എത്തിക്കാൻ കഴിയില്ലല്ലോ. സോ വൈ നോ റൈറ്റിംഗ്? മറ്റു സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ, അവിടെ ഇത്ര എഴുതിക്കുന്നുണ്ടല്ലോ, ഈസ് മൈ ചൈൽഡ് ലേണിംഗ് ഇനഫ് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നമ്മൾ കൊടുക്കാൻ പറ്റും. നോ എക്സാം എന്ന് പറയുന്നതിന് പകരം, നോ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എക്സാം ഇല്ലാത്തത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കുറേ വൊക്കാബുലറീസ് മാറ്റിക്കൊണ്ടേയിരിക്കണം. നോ എക്സാം എന്ന് പറയുന്നതിന് പകരം ഞങ്ങളിവിടെ കണ്ടിന്യൂസ് ഒബ്സർവേഷനാണ് പലരും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ഒബ്സർവേഷൻ. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല, ഒരു നല്ല രീതിയിൽ അങ്ങനെ പോകാൻ പറ്റും. എക്സാം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, നല്ല പണിയാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ ഉണ്ടാവാം. ഞാൻ തമാശക്ക് പറഞ്ഞാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതിനാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, നോർമലി ഇവിടെ ഒൺലി പ്ലേ എന്ന് പറയുന്നത് ഒരു പാരൻറ്റിനും ഇഷ്ടമില്ല. അത് വീട്ടിൽ ധാരാളം നടക്കുന്നുണ്ട്. സ്കൂളിൽ നിങ്ങൾ അങ്ങനെ കളിപ്പിക്കേണ്ട, ഞങ്ങൾക്കറിയാം കളിപ്പിക്കാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വൊക്കാബുലറി മാറ്റണം. എന്താ? സ്കിൽ ബേസ്ഡ് ലേണിംഗ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കും മനസ്സിലാവില്ല, നമുക്കും മനസ്സിലാവില്ല. തമാശ പറയല്ല, സ്കിൽ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. 21st സെഞ്ച്വറി സ്കിൽസ് എന്ന് പറയുന്നത് പണ്ട് WHO എഴുതി വെച്ചിട്ടുള്ള ഒരു 10 സ്കില്ലല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ കാലം കഴിഞ്ഞു. അത് നമ്മൾ കുറേ ജെൻഎക്സ് 60 വയസ്സായില്ല ഏകദേശം, അന്നുള്ള സാധനമാണ്. അന്ന് അതൊക്കെ മതിയായിരുന്നു. ഈ ജനാൽഫക്കുള്ള സ്കില്ല് ആ സാധനം എടുത്തിട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? 21st സെഞ്ച്വറി സ്കില്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ആളുകൾ മണിയായിട്ട് എന്നോട് പറയുന്നത് എനിക്കറിയാം. എന്താ പറയുക? ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ വരില്ലേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അതിൻ്റെ കാലം കഴിഞ്ഞു. പുതിയ സാധനമുണ്ട്, പോയി കണ്ടുപിടിച്ചോളി, അതിൻ്റെ സമയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സ്കില്ലെന്ന് പറയുന്നത് അതാണ്, തെറ്റിദ്ധരിക്കരുത്. പിന്നെ
ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കണ്ട ഒരു സാധനം പറയാം. സ്കില്ലിലൊരു സാധനം എന്താ പറയുക നിങ്ങൾക്ക്, സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, എന്തിനാ സിറ്റിസൺഷിപ്പൊക്കെ സ്കില്ല് കൊണ്ട് എന്താ സംഭവം അറിയോ? ഞാൻ മനസ്സിലാക്കിയത്, കുട്ടികൾ രാവിലെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ഐ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ പറയില്ലേ. വൈകുന്നേരം പോയിട്ട് വാപ്പ പറയാണ്, എടാ ഇറ്റലിയിലാണ് നല്ലത് അല്ലെങ്കിൽ ജർമ്മനി, ഇതിലേതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. പിന്നെ രാവിലെ കുട്ടി വന്നിട്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ഐ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഐ ലവ് മൈ കൺട്രി. വൈകുന്നേരം ഉമ്മ പറയാണ്, എടാ ഇവിടെ എന്തായാലും നടക്കില്ല, ജർമ്മനി നോക്കും. അതുകൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കണം കേട്ടോ ഈ സിറ്റിസൺഷിപ്പ് കൊണ്ടുവന്ന് ഒരു സ്കില്ല് കുട്ടി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ബുക്കില്ല എന്ന് വലിയ അഭിമാനത്തോടെ പറയാറില്ലേ, ഇവിടെ ബുക്കില്ല, ഹോംവർക്ക് ഇല്ല. ഇതൊന്നും ആളുകൾ പോസിറ്റീവായിട്ട് കാണുന്നില്ല കേട്ടോ. നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഇവിടെ ബുക്കൊക്കെ ഇവിടെ വെച്ച് പോയാൽ മതി, ഞങ്ങളിവിടെ എല്ലാം പഠിപ്പിച്ചിട്ട് ഹോംവർക്ക് അടക്കം പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടും. അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു അട്രാക്ഷനല്ല. പുതിയ അട്രാക്ഷൻ കേട്ടോ, പ്രീ ലിറ്ററസി റെഡിനെസ്. അതായത് ബുക്കില്ല, അതിന് പകരം പ്രീ ലിറ്ററസി റെഡിനെസ് ആണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഞാനിത് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് വിടാം. ആ ചേഞ്ചസ് വരുമ്പോൾ പാരൻസിന് തോന്നും സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് വിത്ത് മൈ ചൈൽഡ് എന്നുള്ളത്. പിന്നെ നെയിംസ്, പുതിയ നെയിംസ് കൊടുക്കുക എന്നുള്ളതാണ്. LKG UKG പലരും ഉണ്ടെന്ന് പറഞ്ഞു. ഭൂരിപക്ഷ ആളുകൾ ഇപ്പോഴും LKG UKG ആണ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അവിടെ വായി കൊള്ളാത്ത കുറച്ച് പേര് പറഞ്ഞ ആളുകളുണ്ട്, ശ്രദ്ധിച്ചില്ലേ? അവിടെ കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ തന്നെ അവിടെ പോയിട്ട് 2 ടൺ ചോദിച്ചു. ഇതൊരു നല്ല ഏർപ്പാടാണ്. പുതിയ സാധനം നമ്മൾ ബ്രാൻഡ് ചെയ്യണം, നമ്മുടെ സാധനത്തിന് നമ്മൾ ബ്രാൻഡ് ചെയ്യണം. അപ്പോൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് NEP വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ സ്കൂളിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ FS എന്ന് വിളിക്കുക. അതായത് ഞാൻ നേരത്തെ FS എന്ന് പറഞ്ഞ ആളോട് ഏതാ സ്കൂളെന്ന് ചോദിച്ചു. കാരണം എൻ്റെ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ പോയോന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് FS വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എല്ലാവരും നാളെ തന്നെ പോയി മാറ്റണം എന്നല്ല, സംതിങ് എൽസ് വി ഹാവ് ഹിയർ ടു സ്പീക്ക് ടു ദ ചിൽഡ്രൻ ആൻഡ് ദ പാരൻസ് എന്ന് തോന്നിക്കാൻ ഒരു ബ്രാൻഡിങ്. വി ആർ സെല്ലിങ് അവർ പ്രോഡക്റ്റ്, റൈറ്റ്? അപ്പോൾ ആ LKG KG1 എന്നൊക്കെയുള്ള സാധനത്തിന് പുതിയ പ്ലേ ക്ലാസ് എന്ന് വിളിക്കുന്നതൊക്കെ പഴഞ്ചൻ സാധനമാണ്. ജൂനിയർ സെക്ഷൻ, ജൂനിയർ KG എന്നൊക്കെ പറയുന്ന സാധനം ഒന്നും വേണ്ടെന്നല്ല. പക്ഷേ ഇഫ് യു ക്യാൻ ഐഡൻറ്റിഫൈ സംതിങ് ബിഗ് ഓർ സംതിങ് ഡിഫറെൻറ്റ് വൺ, ഏർലി ഇയേഴ്സ് ലേണിംഗ് സെൻറ്റർ, ഫൗണ്ടേഷൻ സ്കൂൾ ആൻഡ് ലിറ്റിൽ എക്സ്പ്ലോറേഴ്സ്. അവിടെ അവർ പറഞ്ഞു, ഇപ്പോഴും എനിക്കത് മനസ്സിലായില്ല, പക്ഷേ നല്ല പേരാണ്. ഇങ്ങനെയുള്ള, എന്നിട്ട് അവിടെ ഒരു ബോർഡ്, അതിൻ്റെ ഒരു വേറെ കളറ്, വേറെ യൂണിഫോം, ഇങ്ങനെയൊക്കെയാണല്ലോ പല സ്കൂളിലും ഇങ്ങനെ പല യൂണിഫോമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് ടീഷർട്ട് കൊടുത്ത ആളുകളുണ്ട്, വെറും ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ബ്രാൻഡിങ്. യു ക്യാൻ ബ്രിങ് ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ആദ്യം പറഞ്ഞ സാധനങ്ങൾ നടക്കണം. എന്ത്? ഔട്ട്കം വേണം, കോമ്പിറ്റൻസി വേണം, സ്കില്ല് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങിയാൽ മതി. ഇത് അല്ലാതെ ഇതാദ്യം തുടങ്ങിയിട്ട് പിന്നെ മറ്റേത് വഴിയാലെ വരും. അവിടെ കാര്യമില്ല, ആളുകളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ, പൈസ വാങ്ങിക്കണില്ലേ. സോ that we have to use that name constantly, consistently also on the notice boards, circulars. പാരൻസിന് അത് ഫെമിലിയർ ആയിരിക്കണം. ആ ഒരു ഫെമിലിയറൈസേഷൻ പേർപ്പസ്ഫുള്ളി നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ലേണിംഗ് ഷുഡ് ബി വിസിബിൾ ഫോർ ദ പാരൻസ്. ആളുകൾ ഇഷ്ടപ്പെടുന്നത് കാഴ്ചയിലാണ് ലേണിംഗ്. അല്ലാതെ കുട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ വന്നാൽ അങ്ങനെയൊന്നും പറയില്ല, ഞങ്ങളെ സ്കൂളിൽ ഭയങ്കര സ്മാർട്ടാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? വീട്ടിൽ പോയിട്ട് കുട്ടി ഒന്നും എഴുതുന്നില്ല, വായിക്കുന്നില്ല, പറയുന്നില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, സ്കൂളിൽ നിന്ന് അവൻ ഭയങ്കര സ്മാർട്ടാണ് സാറേ. കാര്യമില്ല. കുട്ടി അവിടെ പോയിട്ട് ലേണിംഗ് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഫേക്ക് ആക്കണ്ട. മോനെ വൈകുന്നേരം വീട്ടിൽ പോകുമ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയണം, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ട് ഫേക്കിങ് വേണ്ട. അത് കുട്ടി ലേൺ ചെയ്യട്ടെ. ഈ കുട്ടികൾക്ക് ജനറൽ നോളജ് കൊടുത്താൽ അത്ര ഭംഗിയായിട്ട് ജനറൽ നോളജ് പഠിക്കുന്ന കുട്ടികൾ വേറെ ആ സ്കൂളിൽ ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്കറിയാം. ആ കുട്ടി ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ്റെ പേര് വീട്ടിൽ പോയി പറയുമ്പോൾ, KGയിലെ കുട്ടി പറയുമ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് 1 സെൻറ്റൻസ്. ഞാനൊരു സ്കൂളിൽ കണ്ടൊരു എക്സാമ്പിൾ പറയട്ടോ. 5 ലൈൻ സ്റ്റോറി. നിങ്ങളതിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു അറിയില്ല. 5 ലൈൻസ് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ലൈൻ. അങ്ങനെ 5 ദിവസമാകുമ്പോൾ 5 ലൈൻ പഠിക്കും. ആ ആഴ്ചയിൽ ഒരു സ്റ്റോറി.
സിമ്പിളല്ലേ? ആദ്യത്തെ ദിവസം ഒരു ലൈൻ പഠിക്കുന്നു, അങ്ങനെ 5-ാമത്തെ ദിവസം ഒരു കുട്ടി ഒരു സ്റ്റോറി പഠിക്കുന്നു, ആ സ്റ്റോറി വീട്ടിൽ പോയി പറയുന്നു. അങ്ങനെ അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളെ നമുക്ക് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. അവരുടെ ആ ആക്ടിവിറ്റി ചെയ്യുന്ന ഫോട്ടോസിനെ നമുക്ക് വാളിൽ പേസ്റ്റ് ചെയ്യാം, വീട്ടിലേക്ക് കൊടുത്തുവിടാം, ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പിന്നെ ചെറിയ ക്യാപ്ഷൻസ് കൊടുക്കുക. ബിൽഡിങ് ഫൈൻ മോട്ടോർ സ്കിൽസ് ത്രൂ പ്ലേ വേ ഓർ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാം. റൈറ്റ്. NCF ഡൊമൈൻസിൻ്റെ ക്ലിയർ മെൻഷനിങ് കൊടുത്താൽ കുറച്ചും കൂടി പാരൻസ് വിചാരിക്കും ഇവർ കുറച്ചും കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആണെന്ന് വിചാരിക്കും. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് ഞങ്ങൾ ഇങ്ങനെയാണ് NCF മോഡലിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോ ഇമോഷണൽ ഗ്രോത്ത് ചെയ്യുന്നത്, മോട്ടോർ സ്കിൽസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ പാരൻസിന് കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ പാരൻസ് ഓൾസോ ഷുഡ് സ്റ്റാർട്ട് യൂസിങ് സച്ച് കൈൻഡ് ഓഫ് വെക്കാബുലറി. ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് സ്റ്റോറി ടെല്ലിംഗ്. വേർ ഈസ് ദ സ്റ്റോറി ടെല്ലിംഗ്? സ്കൂൾ സോഷ്യൽ മീഡിയയിൽ നടത്താം. PTA മീറ്റിങ്സിൽ സ്റ്റോറി ടെല്ലിംഗ്. PTA മീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാരൻസിനെ വിളിക്കാം, അവരുടെ മുന്നിൽ നടത്താൻ പറ്റും. സ്കൂൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, നോട്ടീസ് ബോർഡുകളിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. എല്ലാം കുട്ടി പഠിച്ചിട്ടുണ്ട്, കുട്ടീനെ മനസ്സിലാണ് എന്നുള്ളതല്ല, പുറത്ത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്രിയേറ്റ് 2-3 യൂണീക്ക് ECC ഈവൻറ്റ്സ് ഓൺലി യുവർ സ്കൂൾസ് ക്യാൻ ഓൺ. യുവർ ഓൺ സ്കൂൾസിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഒരു സംഗതി കാണിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് അല്ലയോ, ഞാനിപ്പോൾ വരുന്നത് രാവിലെ കാപ്പാട് ബീച്ചിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് എത്തിയത്. കാപ്പാട് ബീച്ചിൽ വെച്ച് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചെയ്ത പ്രോഗ്രാം ഗ്രാൻഡ് പാരൻസിനെ മുഴുവൻ അവിടെ വിളിച്ചുകൂട്ടി. അവിടെ ഗ്രാൻഡ് പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ഭയങ്കര ഇൻട്രാക്റ്റീവ് സെഷൻ വെച്ചു. അവരുടെ റാം വോക്ക് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് പാരൻറ്റ് ആൻഡ് ചൈൽഡ്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക്, എൻ്റെ മൊബൈലിലുണ്ട് ഫീഡ്ബാക്ക്, എന്തോ ഒരു ഭംഗിയുള്ള ഫീഡ്ബാക്ക് അവർ പറയുന്നു, ഭയങ്കര രസകരമായ ഫീഡ്ബാക്ക്. സോ ദാറ്റ് ഈസ് വൺ. സോ മെനി തിങ്സ് ആർ പോസിബിൾ. പിന്നെ ഞങ്ങൾ റീസെൻ്റായിട്ട് ചെയ്തൊരു സാധനം, ഈ കമ്മ്യൂണിറ്റി എന്താ പറയുക, കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് അല്ലേ? കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഞങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഏരിയ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഹോസ്പിറ്റൽ ആസ് ഇറ്റ് ഈസ് സെറ്റ് ചെയ്തു. ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തു, പിന്നെ ബാങ്ക് സെറ്റ് ചെയ്തു, എല്ലാ സാധനവും സെറ്റ് ചെയ്തു. അവരുടെ ഹൈറ്റിന് പറ്റിയ രീതിയിലുള്ള ഫേർണിച്ചറും കാര്യങ്ങളും വെച്ചിട്ട് ആസ് ഇറ്റ് ഈസ് സെറ്റ് ചെയ്തിട്ട് പാരൻസിനെ വിളിച്ചു. ആ കുട്ടികളത് അതിൽ തമാശ തിരഞ്ഞെടുക്കും. പാരൻസൊക്കെ വരുമ്പം നമ്മൾ എംബാരസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു ടീച്ചേഴ്സ്. നിങ്ങൾ ഡോക്ടറായിട്ട് ഇങ്ങനെ ചെയ്യണം, രോഗി ഇവിടെ ഇങ്ങനെ കിടക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് രാവിലെ ഒന്നും കൂടി കുട്ടികളെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. കുട്ടികളതൊന്നും ചെയ്തില്ല. പക്ഷേ കുട്ടികൾ ചെയ്തു. അവർക്കറിയുന്ന ഡോക്ടർ, അവർക്കറിയുന്ന ബാങ്ക് മാനേജർ, അവർക്കറിയുന്ന പോസ്റ്റ്മാൻ, അവർക്കറിയുന്ന പോലീസ് ആയിട്ട് അവർ ജീവിച്ച് കാണിച്ചു. റിയലി ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജോബ്. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം, ടീച്ചർ പറഞ്ഞിടത്ത് ഒരു സാധനം ചെയ്തില്ല. അവർക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്, അവർക്കറിയാം ആരാണ് പോലീസെന്ന്, അവർക്കറിയാം ആരാണ് പോസ്റ്റ് ഓഫീസിലുള്ള ആളെന്ന്, കൃത്യമായിട്ടറിയാം. നമ്മളിലേറെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഇത് ഭംഗിയായിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു കുട്ടി ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുന്നു, ഒട്ടിച്ചു കൊടുക്കുന്നു, ഇവിടെ എന്നിട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നു. ഇതൊരു ഭംഗിയായിട്ടൊന്നു ജീവിക്കുക. പാരൻസൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ട് എനിക്കൊക്കെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറയുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ കുറേ പഠിപ്പിക്കുക. ലെറ്റ് ദം ബി ഫ്രീലി ആക്ടിവേറ്റ് ഓൾ ദ തിങ്സ്. സോ ലീഡർഷിപ്പ് ഓൾസോ ഷുഡ് ബി വെരി വിസിബിൾ. ലീഡർഷിപ്പ് വിസിബിൾ ഇൻ ദ സെൻസ്, ഇപ്പം ചില സ്കൂളിലൊക്കെ ഈ ടീച്ചറെ പാരൻസ് വരുമ്പോൾ മുന്നോട്ട് വെക്കാൻ പറ്റുമോ, ഈ കോർഡിനേറ്ററെ മുന്നോട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ള മാനേജർ, ഈ ടീച്ചറെ മുന്നോട്ട് വെക്കാൻ പറ്റുമെന്ന് സംശയമുള്ള കോർഡിനേറ്റർ, മറ്റുള്ള ടീച്ചേഴ്സിന് ഞാനല്ല സീനിയർ അതുകൊണ്ട് ബാക്കിയുള്ളവരെ മുന്നോട്ട് വെക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള സീനിയർ ടീച്ചേഴ്സ്. ഇതൊക്കെ അപകടമാണ്. വിസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. All these, those who are managing those sections should be visible. അവിടെ മാനേജർ അല്ല വിസിബിൾ ആവേണ്ടത്. നമ്മൾ പലപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ടാവും, ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പാരൻസിനൊക്കെ എന്താ തോന്നുക. അതുകൊണ്ട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, അല്ലെന്നാലും ഉണ്ട്, അവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം.
അതുകൊണ്ട് കാര്യം നടക്കില്ല. അപ്പോൾ ആരെയാണോ വിസിബിൾ ആക്കേണ്ടത് ആ ആളുകളെ വിസിബിൾ ആക്കുക, അവരെ ലീഡേഴ്ഷിപ്പിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ലീഡേഴ്സ് നോ ചിൽഡ്രൻ ഹൗ ദേ ബിഹേവ്, ഹൗ ദേ ആർ ഗ്രോവിങ്, ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ജോയ്ഫുൾ മൊമെൻറ്റ് ഷുഡ് ബി സെലിബ്രേറ്റഡ്. So our ECCE is where the confidence is built, the curiosity is protected, and the learning begins naturally. Thank you so much.